ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ അല്ലേനും, ഇന്നലെ ഞായറാഴ്ച അല്ലേനോ, അപ്പം എല്ലാവരും തിരക്കിലേ, കാരണം ഞാനും കുറച്ച് തിരക്കിലേനു കേട്ടോ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഇന്നിപ്പം ഇതാ നമ്മൾ കടയ്ക്ക് നിന്ന് സമൂസയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കണത്. ഇന്നലെ പൊക്കവാടയാണ് ഉണ്ടാക്കിയത്, ഇന്ന് ഞാൻ സമൂസയായിട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിനുള്ള സവാളയും കിഴങ്ങൊക്കെ ബാബു കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം സവാള ബാബു കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ കിഴങ്ങ് ഞാൻ ഇതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് പില്ലർ കൊണ്ട് കളയണേക്കാട്ടിലും സുഖം കത്തി കൊണ്ട് കളയണ കേട്ടോ അതിൻ്റെ തൊലി. അപ്പോൾ ഞാൻ ആ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ അതിക്കിടാനുള്ള ചിക്കനും ഒക്കെ വേവിച്ച് ക്രഷ് ചെയ്തൊക്കെ വെച്ചാണ്. പിന്നെ സവാള ബാബു കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിന്. ഇനി കുറച്ച് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകൊക്കെ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമൂസയ്ക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കി വെക്കാം. അപ്പം ഇന്ന് ബാക്കിയുള്ള നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്, പിന്നെയാണ് കേട്ടോ ഇതിന് നിന്നിട്ടുള്ളത്. അപ്പം ഇനി കുളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആക്കും പോലെ അങ്ങനെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 100 സമൂസ വേണം. അപ്പോൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ റെഡി ആക്കണുണ്ട്. എത്ര എണ്ണം ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഒരു പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് ആണ് കേട്ടോ സവാള ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സവാളയൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്താണ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ സവാളയല്ല ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവൂലേ. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കലാണ് വലിയ പാട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൈകൊണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ. കൈകൊണ്ട് ഇടുമ്പോൾ ഒരു ഏകദേശ കണക്കറിയും, സ്പൂൺ കൊണ്ടാണ് ഇടുമ്പോൾ എനിക്ക് ശരിക്കും അറിയില്ല. അപ്പോൾ ഏതായാലും സവാളയൊക്കെ വഴറ്റാൻ വെച്ചിന് ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിന് ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ അതാ അതിൻ്റെ അടിയിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യും കേട്ടോ, അത് കായ് വരുമ്പോഴത്തേന്. ഇപ്പോൾ സവാള വഴന്നാണ്. അപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ മസാലപ്പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ജീരകം പൊടിച്ചതും പിന്നെ മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർക്കണം. അതുമൊക്കെ അതേപോലെ തന്നെ നമ്മളൊരു കണക്കിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾ ഏറാഞ്ഞാൽ മതി. അതേപോലെ മസാലപ്പൊടികളൊന്നും കൂടുതൽ ഇടരുത്, കുറേശ്ശെ ഇട്ടാതെ. നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു, മിക്സാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഞാൻ ഇങ്ങനെയല്ല ഉണ്ടാക്കുക, കിഴങ്ങ് ഉടച്ച് കുക്കറിലിട്ട് വേവിച്ച് ഉടച്ചിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, കിഴങ്ങ് വെന്തിട്ടാൻ കുറേ നേരം എടുക്കും. അപ്പോൾ ഞാൻ കിഴങ്ങിട്ട് കൊടുത്താണ്ട് ഇതേപോലെ മിക്സാക്കിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറേ നേരം അടച്ചു വെച്ചിട്ടുണ്ടായിന് കേട്ടോ. തീ കൂടി കഴിഞ്ഞാൽ ഇത് സ്റ്റീലിൻ്റെ പാനല്ലേ, അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വെക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ടില്ലേ, അങ്ങനെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തു. കിഴങ്ങ് നമ്മൾ കുക്കറിൽ പുഴുങ്ങി ഉടച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്, കുറേ നേരം വേണ്ടത് വേവാൻ. പിന്നെ കിഴങ്ങ് കടിക്കാൻ പറ്റില്ലല്ലോ, മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണ്ടേ. അങ്ങനെ കിഴങ്ങൊക്കെ ചേർത്താണ്ട് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിലിട്ടിട്ട്. പിന്നെ അതാ ഇന്നെൻ്റെ മഞ്ജുമോളുണ്ട് കേട്ടോ എൻ്റെ കൂടെ ഹെൽപ്പിന്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ബാബു കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇന്ന് വെച്ചാൽ ജ്യൂസ് ഉണ്ടാക്കേണ്ടത് വെച്ചപ്പോൾ ഞാൻ മാങ്ങ ഉണ്ടായിനി, മാങ്ങ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ആകുമ്പം എല്ലാവർക്കും കുഴപ്പവും ക്ഷീണമായി. കാരണം ഈ ഒരു സമയത്ത് കുറച്ചൊരു എനർജി ഉള്ള സമയമാണ്. അപ്പോൾ ഓരും തന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ ചോദിക്കുമ്പോൾ ഞാൻ അടുത്തോ പറയില്ല കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അത്ര പണി ഉണ്ടാവില്ല. അതേപോലെ ഓർക്കാണെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് ഞാനാണല്ലോ ജ്യൂസ് ഉണ്ടാക്കിയത്, ആ ഒരു സന്തോഷം ഉണ്ടാവും. കുട്ടികളല്ലേ, അപ്പോൾ ഓർക്ക് വലിയ എന്തോ ഒരു സംഭവം ചെയ്ത പോലെയൊക്കെയാണ് ഓർക്ക്. അപ്പം ഇന്ന് ഞാനത് ഉണ്ടാക്കിയല്ലോ അല്ല അങ്ങനെയൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ജ്യൂസ് ഉണ്ടാക്കിക്കോ പറഞ്ഞു. അപ്പോൾ ഓള് മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോയും ഓൾ തന്നെയാണ് എടുക്കുന്നത്. ചിഞ്ചുമോൾ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷേ വീഡിയോ എടുക്കാൻ മടിയാണ് കേട്ടോ ഓൾക്ക്. അപ്പോൾ മഞ്ജുമോൾ അങ്ങനെ മാങ്ങയൊക്കെ ജ്യൂസ് അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മളെ മസാലയൊക്കെ ഒന്ന് ഇളക്കി വെക്കിട്ടോ. അപ്പോൾ ഇപ്പോൾ കിഴങ്ങൊക്കെ വെന്താണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചിനി വേവിച്ചുകൊണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതേന് കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 10 രൂപയാണ് കേട്ടോ ഒരു സമൂസക്ക് വാങ്ങിക്കൽ. പിന്നെ പൊക്കവടയൊക്കെ ഒരേ എങ്ങനെ കൊടുക്കലൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പൊക്കവടൻ്റെ റെസിപ്പി കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പൊക്കവട ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിക്കണ്ട് കേട്ടോ.
അപ്പോൾ എന്നും ഞാൻ ഉണ്ടാക്കണത് കാണിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് സമൂസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് കേട്ടോ. പൊക്കവട ഇന്ന് നമ്മൾ വേറെ മൗൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടല്ലോ, ഓരാണെന്ന് പൊക്കവട ഉണ്ടാക്കണത്. ഇന്ന് നമ്മൾ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫില്ലിങ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയ തീയിലിട്ട് അടച്ചൊക്കെ വെച്ച് വേവിച്ച് വെച്ചിട്ടോ. അപ്പം ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ ആ നേരമൊക്കെ ആയപ്പോഴത്തേന് മഞ്ജുമോളെ ജ്യൂസ് അടിക്കലും ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഏകദേശം എല്ലാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. ഓളൊറ്റയ്ക്ക് വീഡിയോ എടുത്താണ് പിന്നെ അതൊക്കെ. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചില കൂട്ടുകാർ ചോദിക്കലുണ്ട്, ചിഞ്ചുമോൾ +2-നാണോ മഞ്ജുമോൾ എത്രാം ക്ലാസ്സിലാണോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ചിഞ്ചുമോളാണ് വലിയ കുട്ടി കേട്ടോ. ഓൾ CMAക്ക് പഠിക്കുകയാണ്. പിന്നെ മഞ്ജുമോൾ 10ാം ക്ലാസ്സിലാണ് കേട്ടോ. അപ്പം ഓരോ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുകയാണ്. ഫ്രീ ഒന്നുമല്ല, എന്താണിപ്പോൾ ഫൈനൽ എക്സാം വരാനായില്ലേ. അപ്പോൾ അങ്ങനെ ഓള് ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി. പിന്നെ ഞാൻ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്ന് അപ്പം ഇനി സമൂസ കൊണ്ട് ചുറ്റി വെക്കാമെന്ന് കരുതി. ഒരു 100 എന്തായാലും ഉണ്ടാക്കണം. 2 ഓലയാണ് കേട്ടോ ഉണ്ടാക്കണത്. ചില ഓലയിൽ 50 ഇല്ല കേട്ടോ, 48 ഉണ്ടാവും ചിലപ്പം. ചിലയിൽ 49 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വീട്ടിലേക്ക് വേറെയും കടയ്ക്ക് വേറെ കേട്ടോ കൊണ്ടുവരൽ. അപ്പോൾ 100 തികക്കണമെങ്കിൽ ചിലപ്പം അതിന് 2 എടുക്കും. അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യൽ. അപ്പോൾ ഞാനിത് അവിടെ ഇനി ഒരു പാത്തിരുന്നിട്ട് ഈ സമൂസ അങ്ങനെ ചുറ്റും. ഇത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. ഇത് കുട്ടികൾക്കൊന്നും വല്ലാതെ കഴിയൂല. അപ്പോൾ ഓരോ വിളിക്കലും ഇല്ല. അപ്പോൾ ഞാൻ തന്നെ ഇത് പിന്നെ അതിനങ്ങനെ വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു ഭാഗത്തിരുന്നാണ്ട് അങ്ങനെ ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒക്കെ സമൂസയൊക്കെ ചുറ്റിയൊക്കെ കഴിഞ്ഞപ്പം ഒക്കെ ഒന്നും ആയിട്ടില്ല. കുറച്ച് ഒരു 10 സമൂസക്കുള്ള ഫില്ലിങ് ഇല്ലേന് കേട്ടോ, കുറഞ്ഞിനും. പിന്നെ അയച്ചങ്ങന്ന് വേറെ ഫില്ലിങ്ങും ഉണ്ടാക്കി. ആദ്യമായിട്ടല്ലേ എത്ര അധികമൊക്കെ ഉണ്ടാക്കണത്, അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. എന്നാലും പിന്നെ പറഞ്ഞാൽ കുറേ ഫില്ലിങ് ഇട്ട് കൊടുക്കരുത്. നല്ലോണം നിറച്ച് ആക്കി കഴിഞ്ഞാൽ നമ്മളിത് ചുറ്റുന്ന സമയത്തും ഗതികേടാണ്. പിന്നെ കഴിക്കുമ്പോഴും അങ്ങനെ തന്നെ കുറേ മസാല കൂടിയാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. മസാല പാകത്തിന് ആവണം. മസാല പറ്റ കുറയും ചെയ്യരുത്, നല്ലോണം കൂടും ചെയ്യരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. സമൂസ ചുറ്റിനുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്കുള്ളത് ഉണ്ടാക്കാൻ. പിന്നെ സമൂസയൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ ഒക്കെ കൊടുത്തയക്കൽ തന്നെയാണ്. ഒന്നുപോലും ഇവിടെ വീട്ടിൽ വെക്കലില്ല കേട്ടോ. അപ്പം ഒക്കെ ചിലവാവണം എന്നുള്ള ആ ഒരു മനസ്സിൽ അങ്ങനെയാണ് കൊടുത്തയക്കലാണ്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ഇനി അഥവാ ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോമ്പ് തുറക്കാൻ വരുമ്പോൾ അപ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ ഇത്രയായി. ഇനിയിപ്പോൾ ബാക്കിയുള്ളതും വേഗം അങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും കൂടെ കിച്ചണിലുണ്ടാവുമ്പോഴേ വർത്താനം പറഞ്ഞ അങ്ങനെ കുട്ടികളറിയാൻ ചിഞ്ചുമോള് ഇല്ല കേട്ടോ, മഞ്ജുമോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഓളോളെ പണിയെടുക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പിന്നെ വത്തക്ക കിട്ടീന് കേട്ടോ. വത്തക്ക ഫസ്റ്റ് ദിവസം നമുക്ക് വത്തക്ക കിട്ടിയിട്ടില്ല. ഇനി വത്തക്ക നോമ്പ് തുറക്കാൻ വരുമ്പോൾ കൊണ്ടുവരണ്ട് ബാങ്ക് കൊടുക്കാനേക്കണം വന്നപ്പോൾ. അപ്പോൾ പിന്നെ കൊണ്ടുവന്നിട്ടില്ലേനി. ഇതില്ലാതെ എനിക്കാണെങ്കിൽ വത്തക്ക വേണം കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ. വേറെ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലേ വത്തക്ക ഇല്ലാതെ വെക്കലില്ല. വത്തക്ക എന്നും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ദിവസം മാത്രമേ ഇല്ലാതെ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വത്തക്കൊക്കെ മഞ്ജുമോള് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നെ ഫ്രൂട്ട്സ് ഉള്ളത് ഈ പച്ചമുന്തിരി ഉണ്ടല്ലോ അതാട്ടോ. ഇത് ഓൾക്ക് മാത്രം വാങ്ങണതാണ്, മറ്റൊരാരും അല്ലാതെ കഴിക്കൂല. മഞ്ജുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഓൾക്ക് വേണ്ടിയിട്ട് ഉളപ്പിച്ച് കൊണ്ടുതന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ കഴുകി പാത്രത്തിലാക്കണ്ടോളൂ. ഇപ്പം തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കണം. എന്തിനാ അറിയോ, ഓളെ പണിയും കഴിയും. അതേപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ. കഴിക്കാനാകുമ്പോൾ തന്നെ തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും. ഒക്കത്തിനും ചുമയാണ് കേട്ടോ. 4 ആൾക്കും ചുമയാണ്. ചുമയും നല്ല കഫക്കെട്ടും ഉണ്ട്. അപ്പം നോമ്പെടുക്കണ്ടെന്ന് പറഞ്ഞാൽ റിച്ചുമോനൊന്നും തീരെ കേൾക്കൂല. അല്ലെങ്കിൽ ഞാൻ പെലച്ചക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പട്ടിണി നടന്ന് നോമ്പ് വെക്കും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിളിക്കണതാട്ടോ. മരുന്നൊന്നും നേരത്തിന് കഴിക്കായിട്ട് ഒറ്റൊന്നിനും കഫക്കെട്ട് കുറവില്ല. പിന്നെ ഇന്നൊക്കെ പിന്നെ കുറച്ച് കുറവായിക്കണ്. വൈകുന്നേരം പെലച്ചക്കുള്ള മരുന്നുകൂടിയല്ലേ ഉള്ളൂ, ഉച്ചക്കത്തെ മരുന്ന് ഇല്ലല്ലോ. ഏതായാലും ഒക്കെ വേഗം മാറിയാൽ മതിയേന്. അങ്ങനെ സമൂസ ചുറ്റിലൊക്കെ കഴിഞ്ഞു. ഇതിൽ മാത്രമല്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട് അവിടെ അകത്ത്. അപ്പോൾ ഞാൻ വേഗം പിന്നെ അടുപ്പ് കത്തിച്ച് പിന്നെ ചട്ടി വെച്ചാണ്. അപ്പോൾ ഇത് ആണ് പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. ഇനിയിപ്പോൾ പോകാനാകുമ്പോഴത്തേനും ആയിട്ടില്ലെങ്കിലോ കരുതി. ഇപ്പോൾ പിന്നെ നമ്മളെ അടുപ്പ് അങ്ങനെ ഓടൊക്കെ ഇട്ടതുകൊണ്ട് വെയിലൊന്നുമില്ല. മറ്റേത് ഈ നേരത്തൊക്കെ വെയിലിൻ്റെ ആ ഒരു നറുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നേരം അങ്ങനെ ചൂടത്ത് നിന്നുകൊണ്ട് ചൂടുമ്പോഴൊക്കെ നമ്മൾ വേഗം കുഴങ്ങും. അപ്പോൾ ഇപ്പോൾ ഏതായാലും വെയിലില്ലാത്തതുകൊണ്ട് സുഖമാണ്. പിന്നെ പൊക്കവട പൊരിക്കണ പോലെയല്ല, സമൂസ പൊരിക്കാൻ എളുപ്പമാണ്. അതിങ്ങനെ
ഒരു 5-6 ഒരു ട്രിപ്പിൽ അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ പുതിയ ഓയിൽ തന്നെയാണ് കേട്ടോ എന്നും യൂസ് ചെയ്യൽ. പഴയ ഓയിലൊന്നും നമ്മൾ എടുക്കലില്ല. പഴയ ഓയിൽ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും, എന്നിട്ട് അങ്ങനെ ഒക്കെ ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ ലാസ്റ്റ് രണ്ടെണ്ണൊക്കെയാണ് ചിലപ്പോൾ ഫ്രൈ ചെയ്യൽ കേട്ടോ. എന്നാലും പിന്നെ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിക്കലില്ല. അപ്പോൾ ആ ഓയിലാണ് തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താ പറയുക, എന്നും ഇതേപോലെ ഞാൻ ലൈവായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്, നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ചോദിക്കലുണ്ട്, നിങ്ങൾ പഴയ ഓയിൽ യൂസ് ചെയ്യലുണ്ടോ, പഴയ ഓയിൽ എന്നും എടുക്കലുണ്ടോ എന്നൊക്കെ. പഴയ ഓയിൽ എടുക്കാൻ എനിക്ക് ഉണ്ടാവലും ഇല്ല, ഞാൻ എടുക്കലും ഇല്ല കേട്ടോ. പുതിയ ഓയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യൽ. എന്നാൽ ഓയിൽ വേസ്റ്റ് ആക്കാൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ചോദിക്കലുണ്ടാവും. പിന്നെ എനിക്ക് ഇപ്പോൾ നോമ്പും അല്ലേ, അപ്പോൾ വല്ലാതെ കമൻറ്റിന് റിപ്ലൈ തരാനൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ കമൻറ്റ് ഞാൻ ചിലപ്പോൾ വായിക്കും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നതാണ് കേട്ടോ അതിന് റിപ്ലൈ ആയിട്ട്. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പല കൂട്ടുകാരും ചോദിക്കലുണ്ട്, ഇപ്പോൾ ബാബു കടയൊക്കെ തുടങ്ങിയില്ല, പിന്നെ പോണില്ലേ, ഗൾഫിക്ക് പോണില്ല എന്നൊക്കെ ചോദിച്ചതിന് കേട്ടോ. പോയി കാര്യം അതൊന്നും ഉറപ്പിച്ചിട്ടില്ല കേട്ടോ. കട തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് ഇതുപോലിപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് വന്നതല്ല, ഇപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. സക്സസ് ആവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിക്കാരം. ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ്. പിന്നെ ഓരോ കടയിൽ ഈ എണ്ണക്കടികളൊന്നുമല്ല, കാര്യമായിട്ട് ഫ്രഷ് ജ്യൂസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പല്ലേ, നോമ്പാകുമ്പോൾ ഏതായാലും ഒരു 4-4:30 ആകുമ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഒരു കട തുറക്കാൻ പോകും. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞങ്ങളങ്ങനെ ഉണ്ടാക്കി കൊടുക്കണതാണ് കേട്ടോ, ചിലവാവണതായിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ കൊടുത്തയക്കണതൊക്കെ ചിലവാവലും ഉണ്ട്. അങ്ങനെ സമൂസയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് പാക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോയപ്പോൾ അത് കൊണ്ടുപോയി. പിന്നെ കുറച്ചും കൂടെ ഉണ്ട് ഇനി കൊണ്ടുപോകാൻ. അപ്പോൾ അത് ഞാൻ പിന്നെ പൊരിച്ചെടുത്തിട്ട് പിന്നെ കുട്ടികളടുത്ത് കൊടുത്തയക്കാട്ടോ ചെയ്തത്. കുട്ടികളടുത്ത് കൊടുത്തയക്കാമെന്ന് വിചാരിച്ച് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിനി. പിന്നെ ബാബുവിനെ വന്ന് കൊണ്ടുപോയി. പിന്നെ നമുക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. നെയ്ച്ചോറാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഒന്ന് കുഴങ്ങിക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, ചിലപ്പോൾ പിന്നെ വലിയ കുഴക്കും ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പിന്നെ പത്തിരി പണി എടുക്കാനൊന്നുമില്ല, മൂടില്ലേനി. അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാമെന്ന് കരുതി. പിന്നെ ചിക്കൻ കറി ഉണ്ടാകുമ്പം നെയ്ച്ചോറ് ഉണ്ടാക്കുക നല്ലത്, കുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അകത്ത് വന്നിട്ട് കുക്കറിൽ നെയ്ച്ചോറും ഉണ്ടാക്കുന്നുണ്ട്. കുക്കറിലാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഒറ്റ വിസിൽ മതി നെയ്ച്ചോറിന്. അപ്പോൾ വലിയ കുക്കറായതുകൊണ്ടേ സുഖമാണ്. അപ്പം ഇനി ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പലഹാരം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ സമൂസ ഒക്കെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്, സമൂസ ഒന്നും എടുത്തിട്ടില്ല. എന്നാലും കുട്ടികൾക്ക് നോമ്പില്ലാതല്ലേ, ഇനിയിപ്പോൾ എണ്ണപ്പലഹാരം ഒന്നും ഇല്ലെങ്കിൽ പറ്റില്ല. റിച്ചുമോനല്ലേ തന്നെ നോമ്പ് നോക്കുമ്പോൾ തന്നെ പറയും, ഇന്നെന്താ അമ്മച്ചിയെ പലിശക്കനെ ചോദിക്കും, ഇന്നെന്താ അമ്മച്ചിയെ ഉണ്ടാക്കണത്. അപ്പം ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണ്ടിടാന്നും പറയും. പിന്നെ എന്താ പറയുക, ഇങ്ങനെ കടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പം ക്ഷീണം കുഴക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് വീട്ടിലേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് ചിലപ്പോൾ ക്ഷീണം കുഴക്കൊക്കെ വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ബ്രെഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി. ചിക്കൻ കറിയൊക്കെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെന്ത് വരുമ്പോഴത്തേന് ബ്രെഡ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമൂസയ്ക്ക് ഫില്ലിങ് തികഞ്ഞിട്ടില്ലേനി, അപ്പോൾ ഞാൻ പിന്നെ കുറച്ചും കൂടെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതുകൊണ്ട് ഈ ബ്രെഡും വെച്ചാണ്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമല്ലോ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട്, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെ ആ 4 ഭാഗവും ഞാൻ കട്ട് ചെയ്തൊക്കെ മാറ്റി അതൊക്കെ ഞാനൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ അതിനൊന്നും ഒഴിവില്ല, ബ്രെഡ് ക്രംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എടുക്കാമെന്ന് കരുതി അതൊക്കെ ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച്. പിന്നെ ബ്രെഡ് ഇങ്ങനെ ആവി കയറ്റിയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിൽ മുക്കിയാണ്ടാണ് സാധാരണ ഉണ്ടാക്കൽ. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് നോക്കി, പക്ഷേ ഫസ്റ്റത്തെ ബ്രെഡ് ഞാൻ വിചാരിച്ച പോലെ ഷേപ്പൊന്നും കിട്ടിയതുമില്ല. എന്നാലും നമ്മൾ തോൽക്കാൻ പാടില്ലല്ലോ അല്ലേ. അപ്പോൾ വെള്ളത്തിലൊക്കെ മുക്കി കൈകൊണ്ട് നല്ലോണം പിഴിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ റോൾ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ ചിലപ്പോൾ അങ്ങനെ തന്നെയാണ് എന്തുണ്ടാക്കുകയാണെങ്കിലും. ഇപ്പോൾ കുറേ ആയില്ല അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഫ്ലോപ്പ് ആവും. എന്നാലും നമ്മൾ തളരാൻ പാടില്ലല്ലോ. അപ്പോൾ സമൂസൻ്റെ ഓലയൊക്കെ ഉണ്ട് കേട്ടോ, സമൂസ വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സമൂസയും ഒക്കെ ആവുമ്പം ഒരു രസമല്ലല്ലോ. അപ്പം ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചതേനി. അപ്പോൾ ഫസ്റ്റ് തന്നെ പാളിപ്പോയി, ഷേപ്പൊന്നും കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ
തോറ്റിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബ്രെഡ് വെള്ളത്തിൽ മുക്കിയാണ്ട് അതേപോലെ റോൾ ചെയ്തെടുത്ത്. അപ്പോൾ ബ്രെഡ് പൊട്ടുകയാണ്. ബ്രെഡ് കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പം ഇനി അതായിട്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ടില്ലെങ്കിൽ വേഗം ആ സാധനത്തിനാണ് കുറ്റം പറയില്ലേ. ഏതായാലും പിന്നെ അങ്ങനെ വെക്കണ പോലെയൊക്കെ ഷേപ്പ് ചെയ്തെടുത്ത് റെഡിയാക്കിയൊക്കെ ചെയ്തു. അപ്പം ഫില്ലിങ് എന്നാലും ബാക്കിയാണ്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മൈദയും അതേപോലെ മുട്ടയും കുറച്ച് പാൽപ്പൊടി ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഓരോ ദോശ ചുട്ടിട്ട് നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ അങ്ങനെ ഷേപ്പാക്കി എടുക്കാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ദോശയൊക്കെ ചുട്ട് വേഗം റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ ആയിട്ടേ, കാരണം സാധാരണ റമദാൻ മാസത്തിൽ തന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കല്, അല്ലാത്ത ഇതിലൊന്നും ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും വല്ലാതെ ഉണ്ടാക്കല്ല. അപ്പം ഒക്കെ മറന്നു കേട്ടോ, ചുറ്റിലും റോൾ ചെയ്യലൊക്കെ. ഫസ്റ്റത്തേതൊന്നും ഉണ്ടാക്കുമ്പോൾ ഒരു തപ്പലാണ്, പിന്നെ അങ്ങോട്ട് റെഡി ആവും കേട്ടോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഫില്ലിങ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ ദോശ ചുട്ടെടുത്താണ്ട് ഇതും റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ദോശൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകൊണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കൂലേ, ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേപോലത്തെ ദോശ ചുട്ടെടുത്താണ് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ്. മൈദ അങ്ങനെ പരത്താനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ ദോശ ആകുമ്പോൾ എളുപ്പമാട്ടോ. പിന്നെ വേഗം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മുട്ടൻ്റെ ബാറ്ററിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ സ്നാക്സൊക്കെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ബാങ്ക് കൊടുക്കാനാകുമ്പോഴത്തേനൊക്കെ റെഡി ആവണ്ടേ. ഇനി നമ്മളെ ഫ്രൈ പാനാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിരുന്നത്, മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പാന്. ഇതിലാകുമ്പം എളുപ്പമാണ്, ഒറ്റടിക്ക് കഴിയും. ഒരു 2 ട്രിപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുറേ ഓയിലും വേണ്ട, കുറച്ച് പാകത്തിനുള്ള ഓയിൽ മതി. നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കൂലേ, അതേപോലെ അതാണ് കേട്ടോ എളുപ്പം. അങ്ങനെ ഒക്കെ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അല്ലേ പെട്ടെന്ന് കരിയും. പിന്നെ നമ്മളെ ചട്ടി കുറച്ച് കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കരിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളെ സ്നാക്സിൻ്റെ 2 ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ, എണ്ണയൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഒന്ന് കഴിച്ചാൽ തന്നെ കുട്ടികളുടെ വലിയവരുടെ ഒക്കെ വയറ് ഫില്ലാവും. കുറച്ച് വലിപ്പമുണ്ട്, വലിയ ദോശയാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ ആദ്യം വലിയ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുത്ത്, പിന്നെ ബ്രെഡ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് ഉണ്ടല്ലോ അതും വേഗം ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ടേബിളിന്മേൽ ഒക്കെ സെറ്റ് ആക്കണുണ്ട് കേട്ടോ. ജ്യൂസൊക്കെ ഗ്ലാസ്സിൽ ഒഴിക്കാനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പലഹാരം ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പലഹാരം. പിന്നെ ഫ്രൂട്ട്സൊക്കെ മഞ്ജുമോൾ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അങ്ങനെയൊക്കെ ടേബിളിമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി പിന്നെ ഞാൻ തീയൊന്നും പിന്നെ കത്തിച്ച് കൊടുത്തിട്ടില്ല, കനൽമല അങ്ങനെ കടന്നുകാണ്ട് വന്നതാണ് കേട്ടോ. കണ്ടോ, നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇളക്കിയിട്ടൊന്നുമില്ല ഇനി തുറന്നിട്ട്. അപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇന്ന് പിന്നെ കുറേ ഉള്ളി പൊരിച്ചിടുകയൊന്നും ചെയ്തിട്ടില്ല. ഉള്ളി പൊരിച്ചിട്ടാലൊക്കെ എടുത്തിടും, അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വലിച്ചെറിയും. എന്നാലും കുറേശ്ശെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. വെറുതെ എന്തിനാ കളയണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അത്താഴത്തിന് ഈ നെയ്ച്ചോറ് ഉണ്ടെങ്കിൽ ഓരോ കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ചോറ് വെക്കും കേട്ടോ. ലാസ്റ്റ് പറഞ്ഞാൽ ഞാൻ എൻ്റെ തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിക്ക് വരിക. അപ്പോഴാണ് കേട്ടോ അത്താഴത്തിനുള്ളത് ഉണ്ടാക്കൽ. പിന്നെ ചോറ് റേഷൻ കാർഡിൽ തരിയായതുകൊണ്ട് എളുപ്പം പോകും. പിന്നെ ഇവിടെ നോമ്പായ ചോറിന് വല്ലാതെ ഇതില്ല, ഞാൻ തന്നെ ചോറ് കഴിക്കുള്ളൂ, കുട്ടികളൊന്നും വല്ലാതെ കഴിക്കില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഞാനും ചോറ് കഴിക്കൽ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ബാവ് വന്നിട്ടുണ്ടായിന്, കുട്ടികളുടെ ടേബിളൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇന്ന് 3 സമൂസ ബാക്കി ഉണ്ടായിന് കേട്ടോ. 5 സമൂസ ബാക്കി ഉണ്ടായിന് പറഞ്ഞാൽ 3 നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പുതുറ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്തു, നോമ്പൊക്കെ തുറന്നു. ഇന്നത്തെ നോമ്പുതുറയും റാഹത്തായി. പിന്നെ നോമ്പൊക്കെ തുറക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചാൽ പിന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആക്കം പോലെയാണ് കേട്ടോ പിന്നെ പത്തിരിയൊക്കെ കഴിക്കൽ. ഇപ്പോൾ പത്തിരി അല്ലെന്ന് നെയ്ച്ചോറാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത്, നെയ്ച്ചോറും ചിക്കൻ കറിയും. അതൊക്കെ കഴിക്കും. അങ്ങനെ തന്നെ ആവില്ലേ, ഞങ്ങൾ കുറച്ചും കൂടിയൊക്കെ വൈകിട്ടാണ് കഴിക്കല്. ഇപ്പോൾ കുറച്ച് നേരത്തെ കഴിക്കും. പിന്നെ ബാവുന് പിന്നെയും കടയ്ക്ക് പോകണ്ടേ, അപ്പോൾ
അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.